എല്ലാവരും വളരെ ആകാംക്ഷയോടു കൂടി നോക്കുന്ന ഒരു മണ്ഡലമാണ് പെരുമ്പാവൂർ. പെരുമ്പാവൂരിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന 3 പേർ വ്യത്യസ്ത പാർട്ടിയിൽ മത്സരിക്കുന്നു എന്നത് തന്നെയാണ്. 3 കരുത്തരായ മത്സരാർത്ഥികൾ തന്നെയാണ്. ആർക്കൊപ്പമാണ് ജനമനസ്സെന്ന് നമുക്ക് നോക്കാം. ജിബി പാത്തിക്കൽ ജയിക്കണമെന്നാണ്. ജയിച്ചാലാണ് ഇനി നമുക്ക് മുന്നോട്ടുള്ള ജീവിതം സുഗമമാക്കാൻ പറ്റുള്ളൂ. ജിബി പാത്തിക്കൽ ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ജിബി പാത്തിക്കൽ അപ്പോൾ അദ്ദേഹം ജയിച്ചു വരണം എന്നൊരാഗ്രഹമുണ്ട് ഉള്ളിൽ. ആര് ജയിക്കുമെന്ന് ചോദിച്ചാൽ അതൊരു വല്ലാത്ത ചോദ്യമാണ്. ഞങ്ങളിപ്പോൾ അതുമായിട്ട് ഇങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ പറയാൻ പറ്റുന്നു? ഇവിടെ ഒരു നല്ല മത്സരം വരുന്നു. പറയാൻ പറ്റില്ല. അത് കണ്ടിട്ടാ നമുക്കിപ്പോൾ ആര് ജയിച്ചാലും നമുക്കൊക്കെ ശരിയാ. എൻ്റെ ആൾ ജയിക്കണത് നമുക്ക് നിർബന്ധമൊന്നുമില്ല. എനിക്കങ്ങനെ പാർട്ടിയൊന്നുമില്ല. ബേസിലാണ് ചാൻസ് കൂടുതൽ തോന്നുന്നു. 2020 ചാൻസ് ഉണ്ട്. LDF ജയിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഇവിടെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന് സാധിക്കുന്നത് LDFനുള്ളൂ. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പറയാനും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കാനും അവരെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. 2020 ജയിക്കാനാണ് സാധ്യത. അവരൊരു നല്ല പ്രവർത്തനം എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട്. 2020 ആണ് നമുക്ക് എല്ലാവർക്കും ഒരു പാവങ്ങൾക്കൊക്കെ ഒരു സഹകരണം ഒരു സഹായമൊക്കെ ഞാൻ കണ്ടെടുത്തോളും. LDF ജയിക്കണമെന്നാണ്. LDFനാണ് കൂടുതൽ സാധ്യത കിടക്കുന്നത്. കാരണം അവരാളുടെ ഈ പാവങ്ങൾക്ക് വേണ്ടി ഇപ്പം ക്ഷേമം പെൻഷനാണെങ്കിലും മുടങ്ങാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ പോരായ്മകളൊക്കെ എല്ലാവരും ഉണ്ട്. ഇവരിലും കാണുന്നത് LDF ആണ് പാവപ്പെട്ടവർക്ക് ഏറ്റവും മികച്ചൊരു ഭരണം കാഴ്ചവെക്കുന്നത്. ഒരു മാറ്റം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഞാൻ BJPനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഒന്നും ഭരിക്കട്ടെ. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് കേരളം ഭരിച്ചാൽ കുഴപ്പമില്ല. ഇപ്പോൾ 28 സ്റ്റേറ്റ് ഉണ്ട്. മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും BJP ഭരിക്കണേ. പിന്നെ ഈ കൊച്ചു കേരളം ഭരിച്ചാൽ കുഴപ്പമില്ല. ഇവരൊക്കെ പറഞ്ഞ് വിഴുങ്ങിക്കളി തിന്നുന്നൊക്കെ ഇവർ പറഞ്ഞു. ഞാൻ കോൺഗ്രസിന് പ്രവർത്തനമായിരുന്നു. മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന ആളെ. ഞാൻ മാറ്റം ആഗ്രഹിക്കുന്ന ആളാണ് ഉറപ്പായിട്ടും. പണിയെടുക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ മോളെ എൻ്റെ കയ്യിലേക്ക് ഇപ്പോഴും ഞാൻ പണിയില്ല. ജോലി പണി ഞാൻ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരു വിഭാഗം ഉണ്ട്. ഈ അടുത്തും വലതും അത് തന്നെയാണ്. 2020 പ്രവർത്തനങ്ങൾ നല്ലത് തന്നെയാണ്. NDAയുടെ 2020 ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ നിൽക്കുമ്പോൾ ആര് ജയിക്കുന്നു നമുക്ക് വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റില്ല. നിലവിൽ ഇപ്പോൾ എടുത്ത ട്രെൻഡ് അനുസരിച്ച് UDF വരും എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട്. ഇവിടെ NDA ജയിക്കും. ജിബി പാത്തിക്കൽ. കാരണം അവരുടെ പ്രവർത്തനം അങ്ങനെയാണ്. ജയിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ട് ഞങ്ങൾക്ക്. ഒന്നും പറയാൻ പറ്റില്ല. കമ്മ്യൂണിസമാണ് വളരെ ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ എല്ലാ ഭാഗവും ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവരാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും നടത്തണവും അവരാണ്. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇല്ലാന്നല്ല. ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥ അതാ. ആര് ജയിച്ചാലും നല്ലത് ചെയ്യണം. അത്രേ ഉള്ളൂ. ഇവിടെ ഞങ്ങളുടെ ഒരു പുള്ളവിടെ നിൽപ്പുണ്ട്. PP വർഗീസിൻ്റെ മോൻ ജയിക്കും. മനോജ് മുത്തേട് 10,000-നും 15,000-നും ഇടയ്ക്ക് വോട്ട് ഭൂരിപക്ഷത്തിന്. ബാക്കിയുള്ള പാർട്ടികൾ ജയിക്കുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ പറഞ്ഞ പോലെ 3 കോൺഗ്രസ്സുകാരാണ് വന്നേക്കണത്. അപ്പോൾ ആര് ജയിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. ജനങ്ങൾ വിധി എഴുതട്ടെ. ആര് ജയിക്കുന്നോ അത് ജയിക്കുന്നത് UDF. ഇവിടെ ഇപ്പോൾ നല്ല ടൈറ്റ് മത്സരമാണ്. 3 പാർട്ടി മോശമല്ല. ഞാനേതായാലും BJP ഇതില്ല. ജിബിക്ക് വോട്ട് ചെയ്യണേ. ജയിക്കുന്ന ബേസിൽ പോലും ജയിക്കില്ല. പിന്നെ ഇടതുപക്ഷം ജയിക്കണമല്ലോ. അതാണ് നമ്മുടെ ഒരു ആഗ്രഹം. 10 കൊല്ലം കേരളം കാണാത്ത, ഇന്ത്യ കാണാത്ത വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നിരിക്കുക. ആ വികസന പ്രവർത്തനം തുടരണമെങ്കിൽ LDF ഗവൺമെൻറ് അധികാരികളാണ്. NDA ജയിക്കും, ഉറപ്പല്ലേ. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബേസിൽ പോളിന് നല്ല സാധ്യതയുണ്ട്. കാരണം ഈ നാട്ടിലെ നമ്മുടെ പ്രദേശത്തെ നമ്മുടെ മണ്ഡലത്തിലെ തന്നെ ജനകീയനാണ് ബേസിൽ പോള്. ഇപ്പോൾ ഭരണത്തിൽ വരുമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. വന്നാലാണ് കാര്യങ്ങൾ നടക്കുള്ളൂ. ബേസിൽ പോൾ നയിക്കും. പിണറായി സർക്കാർ 3ാം വട്ടവും കൂടെ തീർച്ചയായിട്ടും വരും. നല്ല വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അതുമാത്രമല്ല ഇവിടെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. NDA സ്ഥാനാർത്ഥി തന്നെ ജയിക്കും എന്നുള്ള 100% വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇവിടെ ഭരണത്തിൽ വരണമെങ്കിൽ നമ്മുടെ പിണറായി വരണം. പിണറായി വിജയൻ വരണം തന്നെ നല്ലത്. അവർ തന്നെ ഭരിക്കണം. അത് എൻ്റെ അഭിപ്രായം. ആര് വന്നാലും ഭരണം നന്നായിരുന്നാൽ മതി. നല്ല രീതിയിൽ ഭരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ജനങ്ങൾക്ക്. താഴ്ന്ന ജാതിപ്പെട്ടവരും എല്ലാവരും ബേസിൽ പോളിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഹരിജനങ്ങളും കർഷക തൊഴിലാളികളും എല്ലാം ബേസിൽ പോൾ ജയിച്ചു വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിക്കും. ബേസിൽ പോൾ തന്നെ വിജയിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. മനോജ് മുത്തേടൻ. ഇവിടെ പെരുമ്പാവൂരും മനോജ് മുത്തേടൻ ജയിക്കാനാണ് സാധ്യത കൂടുതൽ. കാരണം കോൺഗ്രസിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് മനോജ് മുത്തേടൻ തന്നെ ജയിക്കും. ഇവിടെ ജിബി പാത്തിക്കൽ ജയിക്കാനാണ് സാധ്യത. NDAയുടെ സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. LDF ആണ് എൻ്റെ തോന്നൽ. LDF കാര്യം ഒരുപാട് ഭരിച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾക്കൊരു ഇതുണ്ടല്ലോ, അത് മനസ്സിലാക്കുക. കോൺഗ്രസിൻ്റെ മണ്ഡല ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം എൽദോസ് കുന്നപ്പള്ളിയുടെ പ്രവർത്തനം മോശമായിരുന്നു. അത് പറഞ്ഞിട്ട് ഇത്തവണ മനോജ് മുത്തേടൻ ജയിക്കുന്നതാണ് ഉറപ്പ്. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. തുല്യ ശക്തിയാണ് നിൽക്കണത്. ഇപ്പം 3 പേരും. അഴിമതി ഉണ്ടാവാൻ പാടില്ല. വികസനം വേണം. അതാണ് എൻ്റെ ആഗ്രഹം. ഒരു മാറ്റം വേണം. അതാണ് ഇത്തവണ ത്രികോണ മത്സരമാണ്.
കാരണം NDA നല്ല രീതിയിൽ പ്രചരണവും നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ടൈറ്റായിരിക്കും മത്സരം. NDAക്കും ഒരു സാധ്യതയുണ്ട്. ഇവിടെ മനോജ് മൊത്തം ജയിക്കും. ഇവിടെ 2 പ്രാവശ്യം UDF ജയിച്ചതാണല്ലോ. എനിക്ക് BJP വരണമെന്ന് ആഗ്രഹം. കാരണം മോദിയുടെ ഭരണം 10 കൊല്ലം കൊണ്ട് നല്ല ഡെവലപ്മെൻറ്റ് ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ട്. പിണറായിയുടെ പാർട്ടി അല്ല, നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആര് ജയിച്ചാലും നമുക്ക് ഗുണമില്ല, നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കാൻ ഒക്കത്തുള്ളൂ. ആര് ജയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടുത്തെ വികസന കാര്യങ്ങൾ ജനങ്ങൾ വിലയിരുത്തൂലേ? ജനങ്ങൾ വിലയിരുത്തുമ്പോൾ ഇവിടെ ഒരു പദ്ധതിയില്ല, അതുപോലെ തന്നെ ഒരു വികസനമില്ല. 25 വർഷം പഴക്കമുള്ള ഒരു ബൈപ്പാസ് മാത്രമാണ് ആ ഒരു പദ്ധതി. പിന്നെ കഞ്ചാവ്, മദ്യം, ലഹരി ഇതിനെല്ലാം പിടിയിലാണ് പെരുമ്പാവൂർ നഗരം. ആരോഗ്യസ്ഥിതിയാണെങ്കിൽ വളരെ മോശം. 1 വർഷത്തിലേറെയായി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് യൂണിറ്റ് പൂട്ടിക്കിടക്കും. അപ്പോൾ ഈ വരുന്ന രീതിയിൽ ആളുകൾ വിലയിരുത്തുമ്പോൾ NDA ജയിക്കാനാണ് സാധ്യത. നല്ല വ്യക്തികൾ ആര് നിൽക്കുന്നു അവർ ജയിക്കണം, അത്രേ ഉള്ളൂ. പാർട്ടി ഇല്ല. NDA സ്ഥാനാർത്ഥി ജയിക്കണമെന്നാണ് താല്പര്യം. UDF തോന്നുന്നുണ്ട്. ഇവിടെ യാതൊരു വികസനവുമില്ല. വികസനം മുരടിപ്പ് തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഇതിൽ നിന്നൊരു മോചനം ജനങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. GB പാർട്ടിക്കലിനെ വിജയിപ്പിക്കുവാനുള്ള എല്ലാ സാധ്യതകളും പെരുമ്പാവൂർ മണ്ഡലത്തിൽ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. പെരുമ്പാവൂർ നല്ല ശക്തിയേറിയ ത്രികോണ മത്സരമാണ്. പൊതുവെ ജനങ്ങളുടെ ഉള്ളിൽ GBക്കാണ് താല്പര്യം കൂടുതൽ. വളരെ വാശിയേറിയ മത്സരം തന്നെയാണ് പെരുമ്പാവൂരിൽ നടക്കുന്നത്. ഇനി വിധിയെഴുത്തിന് ഒരു ദിവസം മാത്രം. പ്രചരണ ചൂടിനും പരസ്യ പ്രചാരണങ്ങൾക്കുമെല്ലാം അവസാനം കുറിച്ചുകൊണ്ട് ഒരു ദിവസം മാത്രമാണ് ജനവിധി എഴുതുവാൻ വേണ്ടി. ക്യാമറമാൻ ബിനു കുര്യനോടൊപ്പം നിഷ രജീഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.